ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ വർക്കൗട്ടൊക്കെ ചെയ്യാനിട്ടാ. ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്നപ്പോൾ നമുക്കേ കുറച്ചു നേരം ഈ ത്രെഡ് മില്ല് ഓടാം. എടാ ജാക്കേ, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയണ്ട്. ഓ, ഇതെന്തത്? രാജുവേട്ടൻ നമ്മളെ വിളിക്കണ്ടല്ലോ. രാജുവേട്ടാ, രാജുവേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ, അവൻ പുതിയ കാറൊക്കെ മേടിച്ചു. അത് പക്ഷെ സാധാരണ ഒരു കാറല്ല, അതൊരു മോൺസ്റ്റർ കാറാ. മോൺസ്റ്റർ ഫോർച്യൂണർ. ഏ, മോൺസ്റ്റർ കാറാ? അതൊന്നുട്ടാ? എടാ ജാക്കേ, ഒരു കാറിൽ 4 വലിയ ടയറൊക്കെ വെക്കില്ലേ, അന്നേരം അത് ഒരു മോൺസ്റ്റർ കാറായിട്ട് മാറും. നീ ആ ടി വി ഓണാക്കി നോക്കി നോക്ക്, അന്നേരം എല്ലാം അറിയാൻ പറ്റും. ആണോ? എന്നാ ശരി, ഞാൻ ഈ ടി വി ഓണാക്കി നോക്കി നോക്കട്ടെ. ഈ മോൺസ്റ്റർ കാറ് എന്താണോ സംഭവം? ഐ ശരി, ഇതാണല്ലേ ഗൈസ്. ഇത് നോക്കിയേ, നമ്മുടെ ഫ്രാങ്ക്ലിനെ ഒരു പുതിയ കാറൊക്കെ മേടിച്ചു. ഇതാണ് മോൺസ്റ്റർ കാറ്. ഇവൻ പക്ഷേ ഫോർച്യൂണറാ മോഡിഫൈ ചെയ്ത്. ഇതിൽ കയറാൻ പറ്റണ്ട? അവന് കയറാൻ പറ്റുന്നുണ്ട്, വലിയ സീനൊന്നുമില്ല. ഇതെന്തായാലും നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ കാറിനിപ്പോ നല്ല വലിപ്പുണ്ട്. ഈ കാറിപ്പോൾ ഓടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇതെന്തത്? അല്ല, ലംബോർഗിനിയുടെ മേലെ കയറ്റിയല്ലോ. എന്നാലും ഈ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല കേട്ടാ, ആ ഡിക്കൊന്നും ജസ്റ്റ് ഓപ്പണായി. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കും ഇതേപോലത്തെ ഒരു വണ്ടി മേടിക്കാം. ഇപ്പോൾ ആ ഡിക്കും പോയി. ഗൈസ്, അതെ, നമുക്കും അതേപോലത്തെ ഒരു കാർ മേടിക്കാണ്ടാ. എനിക്കെന്താണാവോ ആ കാറ് ഭയങ്കര ഇഷ്ടമായി. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. അതിനു മുൻപേ നമുക്കൊരു ഷർട്ട് എടുത്തിടാം. ഈ ഷർട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഷോറൂമിൽ പിന്നെ ഫോർച്യൂണർ കിട്ടും. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. രാജേട്ടാ, രാജേട്ടൻ ഇവിടെ തന്നെ നിന്നാൽ മതിട്ടാ, എങ്ങോട്ടും പോവണ്ട. ഞാനിപ്പോൾ തന്നെ ഫോർച്യൂണർ മേടിച്ചുകൊണ്ട് വരാം. ഇവിടെ പിന്നെ എൻ്റെ കയ്യിൽ ഒരു മഹീന്ദ്ര താറുണ്ട്. നമുക്കപ്പോൾ ഈ താറെടുത്തിട്ടേ നേരെ ഷോറൂമിലേക്ക് പോവാം. അല്ലെങ്കിലും ഞാൻ ഈ താറ് ഓടിച്ച് മടുത്തേക്കാ. ഇനിയിപ്പോൾ നമുക്കേ ഒരു പുതിയ കാറും ഓടിക്കാം, അതും മോൺസ്റ്റർ കാറ്. അയ്യോ, ഞാൻ അറിയാണ്ട് ഒരുത്തനെ ഇടിച്ചിട്ടല്ലോ. അതിപ്പോൾ സീനില്ല. പക്ഷേ പോലീസ് എൻ്റെ അടുത്തേക്ക് വരും. പോലീസ് പിടിച്ചാലേ ഞാൻ നേരെ ജയിലിലേക്ക് പോവേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരിങ്ങ് തീർത്തളയാം. എടാ ജാക്കേ, നിക്കട അവിടെ, യു ആർ അണ്ടർ അറസ്റ്റ്. എൻ്റെ അമ്മേ. അല്ല, എന്തൊട്ട് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാ? ബെസ്റ്റ്, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കണ്. ദേ കിടക്കണോ അവിടെ. ഇവിടെ പിന്നെ എനിക്ക് വാണ്ടഡ് ലെവൽ കിട്ടി. എനിക്കിവിടെ 3 സ്റ്റാറാ, 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇനിയിപ്പോൾ പോലീസുകാർ എന്നെ വെറുതെ വിടില്ല. എന്നിട്ടാലും ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. ഇത് പിന്നെ കണ്ടില്ലേ, എൻ്റെ താറും പൊട്ടിത്തെറിച്ചു. അതിന് ഒന്നിനും കൊള്ളില്ല. അതെ, ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നല്ലേ ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോലീസിൻ്റെ വണ്ടി എടുത്തിട്ട് സ്ഥലം വിടാം. ഇവിടെ ഇനി അധികം നേരം നിൽക്കണ്ട. എനിക്കാണെങ്കിലേ 5 സ്റ്റാറാ വാണ്ടഡ് ലെവൽ കിട്ടിയേ. ഈ വാണ്ടഡ് ലെവൽ ഇപ്പോൾ ഏതെങ്കിലും പോട്ടെ. 20 minutes later. ഓക്കെ, ഇവിടെ അങ്ങനെ വാണ്ടഡ് ലെവലൊക്കെ പോയി കാണട്ടാ, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഒരു പുതിയ ഫോർച്യൂണർ അങ്ങ് മേടിക്കാം. അതിനു മുൻപേ നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റാം. ഈ പോലീസിൻ്റെ വണ്ടിയിലെ ഒരു സൈറൺ ഉണ്ട്, ഇത് ഓഫ് ചെയ്യാൻ പറ്റണില്ല. ആ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരാം. നമുക്കപ്പോൾ ഈ സ്വിഫ്റ്റില്ലേ, ഈ സ്വിഫ്റ്റ് അങ്ങ് അടിച്ച് മാറ്റാം. സ്വിഫ്റ്റ് പിന്നെ നൈസ് കാറാ. ഹലോ തടിയാ, ഇറങ്ങ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടിയെ എൻ്റെ സ്വന്താ. എന്നാൽ പിന്നെ ശരിയപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതെന്തത്, ഷോറൂമിൽ ആരില്ലേ? ഇവിടെ പിന്നെ ഒരു പോർഷ ഉണ്ട്. ഇത് സാധാരണ പോർഷ അല്ല, ഇതൊരു ഗോൾഡൻ പോർഷയാ. ഈ കാറ് ആരാണോ ബുക്ക് ചെയ്തത്? ഈ കാറ് പക്ഷേ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല ഏട്ടാ. ഈ ഡോർ നമുക്ക് തുറക്കാൻ പറ്റില്ല, ലോക്കാ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നെ പോർഷ വേണ്ട, ഫോർച്യൂണറാ വേണ്ടേ. ഇവിടെ ഇപ്പോൾ ഷോറൂമിൽ ഫോർച്യൂണർ ഉണ്ടാ? ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്. അതേ ഫോർച്യൂണർ. നമുക്കപ്പോൾ ഈ കാർ ഇങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ അത് പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം.
ഡെലിവറി പിന്നെ ഷോറൂമിന്റെ ബാക്കിലാ. ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി എങ്ങനെ റെഡി ആയിക്കാണ് കേട്ടാ. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയുടെ കളറില്ലേ, അതത്ര കാര്യമില്ല ഏട്ടാ. ഇത് വൈറ്റ് കളറെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടാലും നമുക്കേ ഈ കളർ മാറ്റാം. പകരം ബ്ലാക്ക് കളറാ, വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. ആ ഫ്രാങ്ക്ലിൻ പിന്നെ ചെയ്തില്ലേ, അവൻ്റെ കാറിലെ വലിയ ടയറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കും അതേപോലെ വലിയ ടയറങ്ങ് വയ്ക്കാം. എന്നിട്ട് ഇതും കൂടിയും ഒരു മോൺസ്റ്റർ കാറാക്കി മാറ്റാം. അന്നേരം ഈ കാറ് കാണാനേ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. നമുക്കപ്പോൾ നേരെ ആ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ അതിലേക്ക് കയറാം. എന്നിട്ട് ഈ വണ്ടിയില്ലേ അത് പെടയിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? ബ്ലാക്ക് വേണ്ട, വെറൈറ്റി കളർ പിടിക്കാം. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പച്ചയുണ്ട്. ചുവപ്പ് മതി. എൻ്റെ മഹീന്ദ്ര താറില്ലേ അത് റെഡ് ആയിരുന്നു. ഇതിൽ നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കേ ഈ വീലിൻ്റെ സൈസ് കൂട്ടാണ്ട. ഇതാണ് മാക്സിമം സൈസ്. പിന്നെ ഇതിൻ്റെ അലോയ്സും കൂടി മാറ്റാം. ഈ സ്റ്റോക്ക് അലോയ്സ് കാണാനേ വലിയ ഭംഗിയൊന്നുമില്ല. നമുക്കപ്പോൾ അലോയ്സ് മാറ്റാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ അലോയ്സ് ഉണ്ട്. ഇതിൽ ഏതാ വയ്ക്കുക? ഇത് കുഴപ്പമില്ല ഏട്ടാ, ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതും കുഴപ്പമൊന്നുമില്ല. ഏതപ്പോൾ വയ്ക്കുക? ഇത് മതി, ഇത് നൈസായിട്ടുണ്ട്. ഇനി ആ അലോയ്സിന് കളർ കൊടുക്കാം. കളർ റെഡ് വേണ്ട, ബ്ലാക്ക് മതി. പിന്നെ ഇതിൽ എന്തൊരു ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിച്ചാലോ? സ്റ്റിക്കർ ഒട്ടിച്ചാൽ ബോറാവോ? വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ വണ്ടിയുടെ 4 സൈഡിലും സ്റ്റിക്കർ ഒട്ടിക്കാം. ഫ്രണ്ടിലും ബാക്കിലും ജോക്കറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച്, പിന്നെ സൈഡിൽ നമുക്ക് റെഡ് ബുളിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാം. പിന്നെ ഈ വണ്ടിയിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. അന്നേരം ഇത് നല്ല സ്പീഡിൽ പോവും. പിന്നെ സ്മോക്ക് കളർ ചോപ്പന കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തുട്ടാ. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതെന്തത്? വണ്ടിക്ക് ഭയങ്കര ബോഡി റോളാണല്ലോ. എൻ്റെ പൊന്നെ, ഇത് മറിഞ്ഞു വീഴോ? മര്യാദയ്ക്ക് ഓടിച്ചാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടിക്ക് ഇതിലും ഹൈറ്റ് ഉണ്ട്. ആ വണ്ടി ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഈ വണ്ടിക്ക് എന്താണോ പറ്റിയേ? ഇത് കണ്ടില്ലേ, റോട്ടിൽ ഭരതനാട്യം കളിക്കുക. എന്തെങ്കിലും ആവട്ടെ. എന്തുട്ടായാലും വണ്ടി എനിക്ക് ഇഷ്ടമായി. ഇതൊരു വെറൈറ്റി വണ്ടിയാ. ഞാൻ പിന്നെ ഇതിലേ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ വണ്ടിയെ ഇതേ കണ്ടില്ലേ, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ ഈ ഫോർച്യൂണർ ഇല്ലേ, അത് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ പക്ഷെ ഒരു താറുണ്ടായിരുന്നു. ആ താറ് പൊട്ടിത്തെറിച്ചു. അത് പോണെങ്കിൽ പോട്ടെ, സീനില്ല. നമ്മുടെ കയ്യിൽ ഫോർച്യൂണർ കിട്ടിയില്ലേ, അത് മതി. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.